അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സെൻറ്റൻസുകളെ പറ്റിയിട്ടാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് തിരിച്ച് പറയാനായിട്ട് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് എന്താ ചോദിക്കേണ്ടതെന്ന് അറിയണ്ടാവില്ല അല്ലേ. അത് വലിയൊരു പ്രശ്നമാണ് ഈ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് അല്ലേ. സംസാരിക്കുമ്പോഴേക്കാൾ ബുദ്ധിമുട്ടാണ്, പലപ്പോഴും അത് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇനി അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ആർക്കും വേണ്ട. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് ഇന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനു മുന്നേ ഈ മാസം നമ്മളുടെ പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയച്ചാൽ പോരല്ലോ, നിങ്ങൾക്ക് വർത്താനം പറഞ്ഞും സംസാരിച്ചൊക്കെ പഠിക്കണ്ടേ. സോ താല്പര്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ലൈവായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. വാട്സപ്പിലൂടെ വെറുതെ നോട്ട്സ് അയച്ച് പഠിപ്പിക്കുന്ന രീതിയൊന്നും അല്ല കേട്ടോ നമ്മുടേത്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റ് പഠിക്കാം. 6 മാസത്തെ കോഴ്സാണ്. എന്നാൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് റിപ്പീറ്റൊക്കെ പഠിക്കാവുന്നതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഫീസ് ഈടാക്കി അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ എയിം അച്ചീവ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്. വാട്സപ്പിൽ വേണ്ട കുറച്ച് സെൻറ്റൻസുകളെ പറ്റിയിട്ട്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും അല്ലേ, നമുക്ക് എപ്പോഴും നമ്മൾ ആദ്യം മെസ്സേജ് ചെയ്യുന്നത് എന്താ? എന്തായി, ഹേയ് ഹൗ ആർ യു എന്ന് ചോദിക്കും അല്ലേ. എന്തായി എന്നല്ലേ നമ്മൾ ആദ്യം മലയാളത്തിൽ വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹേയ് ഹൗ ആർ യു എന്ന് ചോദിക്കാം. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ എങ്ങനെ ചോദിക്കും? വാട്സാപ്പ്, ഒറ്റ വാക്കുള്ളൂ, വാട്സാപ്പ്. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ എന്ന് ചോദിക്കാനായിട്ട് വാട്സാപ്പ് എന്ന് ചോദിച്ചാൽ മതി. പിന്നെ കുറേ നാളായല്ലോ കണ്ടിട്ട്, ലോങ് ടൈം നോ സീ. ഓക്കെ, കുറേ നാളായല്ലോ കണ്ടിട്ട് എന്താ ഇങ്ങനെ പറയുക? ലോങ് ടൈം, കുറേ നാളുകൾ, ലോങ് ടൈം. കണ്ടിട്ടേ ഇല്ല, നോ സീ, ലോങ് ടൈം നോ സീ, കുറേ നാളായല്ലോ കണ്ടിട്ട് എന്നാണ്. ഓക്കെ, വാട്ട് ഹാവ് യു ബീൻ അപ് ടു? ഇപ്പോൾ എന്ത് ചെയ്യുക? എപ്പോഴും നമ്മൾ പറയണല്ലോ ഇപ്പോൾ എന്ത് ചെയ്യുക? വാട്ട് ഹാവ് യു ബീൻ അപ് ടു എന്ന് ചോദിക്കാം. അപ്പോൾ ഒരാൾ ഇത്രയൊക്കെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കും എന്താണ്? താങ്ക് യു, താങ്ക്സ് ഫോർ ആസ്കിങ് എന്ന് ചോദിക്കുക. അതായത് ചോദിച്ചതിൽ വളരെ സന്തോഷം കേട്ടോ, താങ്ക്സ് ഫോർ ആസ്കിങ് എന്ന് ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ ദിവസം എങ്ങനെയിരുന്നു? ഹൗ വാസ് യുവർ ഡേ? ഓക്കെ, ഇന്നത്തെ ദിവസം എങ്ങനെയിരുന്നു? ഹൗ വാസ് യുവർ ഡേ? ഇവിടെ വാസ് ചേർക്കുന്നത് എന്തുകൊണ്ടാ? ദിവസം കഴിഞ്ഞു പോയി അല്ലേ. അപ്പം നമ്മൾ ചോദിക്കുന്ന വൈകിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുന്നുണ്ടാവുക ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. സോ ഹൗ, എങ്ങനെ. വാസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയി. സോ ഹൗ വാസ് യുവർ ഡേ? നിൻ്റെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ. ഈ ആഴ്ച നിനക്ക് എന്താ പരിപാടി? ഈ ആഴ്ച നിനക്ക് എന്താ പരിപാടി എന്നെങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എനി പ്ലാൻസ് ഇൻ ദിസ് വീക്കെൻഡ്? ഓക്കെ, ഡു യു ഹാവ് എനി പ്ലാൻസ് ഇൻ ദിസ് വീക്കെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച, ഓക്കെ, ഈ വീക്കെൻഡിൽ നിനക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ. സോ ഡു യു ഹാവ് എനി പ്ലാൻസ്, എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. സോ ഡു യു ഹാവ് എനി പ്ലാൻസ് ഇൻ ദിസ് വീക്കെൻഡ്? വീട്ടിലെല്ലാവരും എങ്ങനെ ഇരിക്കുന്നു എന്നെങ്ങനെയാണ് ചോദിക്കുക? ഹൗ ഈസ് യുവർ ഫാമിലി? ഹൗ ഈസ് യുവർ ഫാമിലി? ഓക്കെ, വാസ് അല്ല, കാരണം എന്തുകൊണ്ടാണ്? ഓൾറെഡി നമ്മൾ പ്രസൻ്റ്ലി ചോദിക്കുകയാണ് വീട്ടിലെല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിക്കുന്നതാണ്. ഹൗ ഈസ് യുവർ ഫാമിലി എന്ന് ചോദിക്കാം. ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മൾ മെസ്സേജ് അയക്കാനൊക്കെ റിപ്ലൈ കൊടുക്കാനൊക്കെ വൈകും അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെയാണ് പറയുക? ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്, ഐ ആം ലിറ്റിൽ ബിസി നൗ അല്ലേ, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ, ലെറ്റ്സ് ക്യാച്ചപ്പ് സൂൺ, ലെറ്റ്സ് ക്യാച്ചപ്പ് സൂൺ. ക്യാച്ചപ്പ് എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നുള്ളൊരു ഫ്രേസ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെയല്ല, പെട്ടെന്ന് വരാം, പെട്ടെന്ന് ഞാൻ മെസ്സേജ് അയക്കാം, തിരിച്ചു വരാം എന്ന് പറയുന്നതാണ് ലെറ്റ്സ് ക്യാച്ചപ്പ് യു സൂൺ എന്ന് പറയാവുന്നതാണ്. അതിന് പുറമെ ഞാൻ തിരക്കിലാണെന്ന് ഇങ്ങനെ പറയും, ഐ ആം ലിറ്റിൽ ബിസി നൗ, ലെറ്റ്സ് ക്യാച്ചപ്പ് യു സൂൺ എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ മെസ്സേജ് അയക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഐ ആം ലിറ്റിൽ ബിസി നൗ, എനിക്ക് ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, ലെറ്റ്സ് ക്യാച്ചപ്പ് യു സൂൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മെസ്സേജ് അയക്കാൻ. അപ്പോൾ നമ്മൾ എന്താ പറയുക? മെസ്സേജ് അയക്കുമ്പോൾ വൈകിപ്പോയതിൽ ക്ഷമിക്കണം കേട്ടോ എന്ന് പറയും. സോറി ഫോർ ദി ലേറ്റ് റിപ്ലൈ. എങ്ങനെ പറയാ? സോറി ഫോർ ദി ലേറ്റ് റിപ്ലൈ. ലേറ്റ് എന്ന് പറഞ്ഞാൽ വൈകിപ്പോയി എന്നാണ്. ലേറ്റ് റിപ്ലൈ എന്ന് പറയുമ്പോൾ റിപ്ലൈ അയക്കാൻ വൈകി, അതിൽ ക്ഷമിക്കണം. സോറി ഫോർ ദി ലേറ്റ് റിപ്ലൈ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ പറയും അത് നന്നായി,
ദാറ്റ് സൗണ്ട്സ് അമേസിങ്, ദാറ്റ് സൗണ്ട്സ് അമേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായി എന്ന് പറയണം. എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ അവർ പറയുമ്പോൾ നമ്മൾ പറയില്ലേ നന്നായിട്ടോ, ദാറ്റ് സൗണ്ട്സ് അമേസിങ് എന്ന് പറയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ പറയും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ. പുതിയ വിശേഷങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത വിശേഷമൊക്കെ ആയിരിക്കും അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഐ കാൺ ബിലീവ് ഇറ്റ്, അല്ലെങ്കിൽ ഐ കാൺ ബിലീവ് ദാറ്റ്. ബിലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം, കാൺട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നില്ല. സോ ഐ കാൺ ബിലീവ് ദാറ്റ് അല്ലെങ്കിൽ ഐ കാൺട്ട് ബിലീവ് ഇറ്റ്, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാം. പിന്നെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ഹൗ ഈസ് യുവർ വർക്ക് ഗോയിങ്? How is your work going? How is your work going? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എന്നാണ്. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ഇങ്ങനെ ചോദിക്കും. How is your life going? How is your life going? എന്നെല്ലാം ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് വേണ്ട സെൻറ്റൻസുകളാണ്. അപ്പോൾ നിങ്ങൾ ഇത് 2-3 പ്രാവശ്യമൊക്കെ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിത് ഓട്ടോമാറ്റിക്കലി വരും. ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ ചിലർ പറയാറുണ്ട് എന്താണ് ഭയങ്കര ജാടയാണ്, ഭയങ്കര അഹങ്കാരമാണോ, സംസാരിക്കില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് വെച്ച് ചിലർ ഭയങ്കര ഇൻട്രോവേർട്ടായിരിക്കും, എന്ത് പറയണമെന്ന് അറിയില്ല, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഇൻട്രോവേർട്ട് എന്നുള്ള നമ്മളുടെ ലേബലിനെ നമുക്ക് അങ്ങ് എടുത്തു മാറ്റാൻ പറ്റും. കാരണം എല്ലാവരോടും ഏകദേശമൊക്കെ ഇതേ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നതും ഒരാളോട് തുടക്കത്തിലേ മിണ്ടുന്നതും. പിന്നെ ഓവറായിട്ട് അടുത്ത് കഴിയുമ്പോഴല്ലേ നമ്മൾ ഓവറായിട്ട് നമ്മൾ അവരോട് മിണ്ടുക. അപ്പം നമ്മൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഷെയർ ചെയ്യും അല്ലേ. പക്ഷേ അറിയാത്ത ഒരാളോട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളോട് മിണ്ടാനായിരിക്കും എല്ലാവർക്കും മടി. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ച് വയ്ക്കുക, എന്നിട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു. English Bus. Learning Simplified.